So in the last class we have discussed line integral. Now we want to consider the second type of integral in electrodynamics, that is surface integral. A surface integral is an integral of this form: integral over a specified surface S v dot dA, where v generally it's a function of x, y and z, three coordinates, is a vector function or vector field. And the second vector, dot product, and second vector dA is the infinitesimal patch of area vector. So area scalar ആണോ വെക്ടർ ആണോ? സോ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് ഏരിയ വെക്ടർ ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ എന്താണ് മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ എന്താണ് ഡയറക്ഷൻ എന്ന് നമുക്ക് നോക്കാം. സോ കൺസിഡർ ദീസ് ആർ ദി എക്സ്, വൈ ആൻഡ് സെഡ് ആക്സസ്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. അപ്പോൾ ഈ ഒരു റെക്ടാങ്കുലർ ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത്, ഇതാണ് വിഡ്ത്ത് എന്ന് വിചാരിക്കുക. ഇത് എക്സ് ആക്സിസ് ആണെങ്കിൽ ഇതൊരു ഇൻഫിനിറ്റസിമൽ വിഡ്ത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡി എക്സ്, ഇത് വൈ ആക്സിസ് ആണെങ്കിൽ ഇത് ഡി വൈ. ഇതിൻ്റെ ഏരിയയുടെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? We know dA, area is equal to length, the area of this rectangle. So it is dx dy. അപ്പോൾ ഇൻഫിനിറ്റസിമൽ ഏരിയയുടെ മാഗ്നിറ്റ്യൂഡ് എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡി എക്സ് ഡി വൈ ആണ്. വാട്ട് അബൌട്ട് ദിറ്റ്സ് ഡയറക്ഷൻ? ഡയറക്ഷൻ ഓഫ് ഏരിയ ഈസ് direction of area is normal or perpendicular to the plane or surface. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ പ്ലെയിനാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സ് വൈ പ്ലെയിനിലുള്ള ഒരു സർഫസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആണ്. ഇതിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മുകളിലേക്കാകാം അല്ലെങ്കിൽ താഴത്തേക്കാകാം. അതല്ലെങ്കിൽ ഇസഡ് ആക്സിസ് ആണ്, പോസിറ്റീവ് ഇസഡ് ആക്സിസോ നെഗറ്റീവ് ഇസഡ് ആക്സിസോ ആണ് അതിൻ്റെ ഡയറക്ഷൻ. സോ ഇവിടുത്തെ ഞാൻ ഡയറക്ഷൻ പോസിറ്റീവ് ഇസഡ് ആക്സിസിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ ഡി എ. Vector dA. So vector dA can be written as its magnitude dx dy and direction z direction. ഇനി എങ്ങനെയാണ് ഇത് z ഡയറക്ഷൻ ആണോ മൈനസ് z ഡയറക്ഷൻ ആണോ എന്ന് തീരുമാനിക്കുന്നത്? നമുക്ക് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും എടുക്കാം. സോ ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന കൺവെൻഷൻ. ഒരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ, ഒരു ബലൂൺ അല്ലെങ്കിൽ ബോൾ പോലെ അതുപോലെ ഒരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ അവിടെ ഏതെങ്കിലും സർഫസിൽ വരുന്ന ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്വേർഡ് നോർമലാണ് എപ്പോഴും. ഒരു ബോളിൻ്റെ ഒരു ചെറിയ ബോക്സ് അല്ലെങ്കിൽ ഈ ഒരു ബോക്സിൻ്റെ ചെറിയൊരു പോർഷൻ ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനെനിക്ക് മുകളിലേക്കും, ഈ പ്ലെയിന് മുകളിലേക്കും ഒരു നോർമൽ കൺസിഡർ ചെയ്യാം, താഴേക്കും കൺസിഡർ ചെയ്യാം. ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ മുകളിലേക്കുള്ള നോർമലാണ് അല്ലെങ്കിൽ ഔട്ട്വേർഡ് നോർമലാണ് നമ്മളുടെ ഏരിയയുടെ ഡയറക്ഷനായിട്ടിരിക്കുക. ഇനി ഓപ്പൺ സർഫസ് ആണെങ്കിലോ, ഒരു പേപ്പർ ഷീറ്റ് പോലെ ഒരു ഓപ്പൺ സർഫസ് ആണെങ്കിൽ, ഓപ്പൺ സർഫസിൽ നമുക്ക് ഈ ഷീറ്റിനാണെങ്കിൽ എനിക്ക് അപ്വേർഡ് നോർമലും ഡൗൺവേർഡ് നോർമലും കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മളൊരു കൺവെൻഷൻ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം, ഏത് ഡയറക്ഷൻ വേണമെങ്കിലും എടുക്കാം. ഫോർ ക്ലോസ്ഡ് പാത്ത് ഔട്ട്വേർഡ് നോർമൽ, ഫോർ ഓപ്പൺ സർഫസ് any നോർമൽ ക്യാൻ ബി ടേക്കൺ. ഏത് നോർമൽ എടുക്കാം. പക്ഷേ നമ്മളതിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ പിന്നീട് ഡിഫറെൻറ്റ് തിയറത്തിൽ കാണും. ലൈൻ ഇൻ്റഗ്രൽ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അത് ഏത് ഡയറക്ഷനിലാണ് എടുക്കുന്നത് എന്നുള്ളത്. സർഫസ് ഇൻ്റഗ്രൽ, ലൈൻ ഇൻ്റഗ്രലും അതിൻ്റെ ബൗണ്ടറിയിൽ വരുന്ന ലൈൻ ഇൻ്റഗ്രൽ റിലേറ്റഡ് ആണ്, നമ്മൾ പിന്നീട് കാണും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ബോധേഡായിരിക്കണം. അപ്പോൾ ഓപ്പൺ സർഫസിൽ നമുക്ക് ഏത് നോർമൽ വേണമെങ്കിലും എടുക്കാം. ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ ഔട്ട്വേർഡ് നോർമലാണ് അതിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിളിൽ എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ അതിൻ്റെ ഏരിയ വരുന്നത് ഡി എക്സ് ഡി വൈ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ ഇസഡ് ക്യാപ്. അപ്പോൾ എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ അവിടെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത് ഡി എ ഇസ് ഈക്വൽ ടു ഡി എക്സ് ഡി വൈ. സോ വി ഹാവ് കൺസിഡർഡ് എക്സ് വൈ പ്ലെയിൻ ഹിയർ. സപ്പോസ് ഇറ്റ് ഈസ് സം വൈ സെഡ് പ്ലെയിൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ഡി വൈ ഡി സെഡ്. ഡയറക്ഷൻ എന്തായിരിക്കും? ഡയറക്ഷൻ എക്സ് ഡയറക്ഷനിലായിരിക്കും, എക്സ് ഓർ മൈനസ് എക്സ് ഡയറക്ഷനിലായിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. Now let us consider an example. Example 1.7. Calculate the surface integral of a given vector function. The given vector function is v is 2xz x cap plus x plus 2y cap plus y z cube minus 3z cap. ഇതിൻ്റെ സർഫസ് ഇൻ്റഗ്രലാണ്. സർഫസ് ഇൻ്റഗ്രൽ ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? സർഫസ് സ്പെസിഫൈ ചെയ്യണം. സർഫസ് ഗിവണാണ്. സർഫസ് വന്നിരിക്കുന്നത് ഒരു ക്യൂബിക് സർഫസ് ആണ് തന്നിരിക്കുന്നത്. ഒരു ക്യൂബിൻ്റെ സൈഡ് സർഫസുകളിലാണത്
ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ദിസ് ഈസ് ദി cube, let this is y, z and x-axis. These points are given 2, this is 2 and this is also 2. ഇതിൻ്റെ ഈ 5 സൈഡുകളിൽ അല്ലെങ്കിൽ 6 സൈഡുകളിൽ സർഫസ് ഇൻ്റഗ്രലിൽ ഈ വെക്റ്റർ ഫംഗ്ഷൻ്റെ ഇവാലുവേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ലെറ്റ് മീ കൺസിഡർ ദിസ് സർഫസ്. സോ ഈ ഒരു സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു ക്ലോസ്ഡ് ബോക്സ് ആണ്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ, ഏരിയയുടെ ഡയറക്ഷൻ ഔട്ട്വേർഡ് നോർമൽ ആയിരിക്കും. അപ്പോൾ ഔട്ട്വേർഡ് നോർമൽ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കും വരയ്ക്കും പുറത്തേക്കും വരയ്ക്കും. ഔട്ട്വേർഡ് നോർമൽ ഈ ഡയറക്ഷനാണ്. സോ ഇതിനെ ഞാൻ സർഫസ് 3 എന്ന് മാർക്ക് ചെയ്യുന്നു. കൺവീനിയൻസിന് വേണ്ടി സൈഡ് സർഫസ് ആദ്യം കൺസിഡർ ചെയ്യുന്നതാണ്. സോ ഫോർ സൈഡ് 3 ഏത് പ്ലെയിനിലാണ് വരുന്നത്? ഈ ഒരു പ്ലെയിനിലാണ് വരുന്നത്. ഈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വൈ സെഡ് പ്ലെയിനാണ്. It is YZ plane. So this distance is, ഈ ഡിസ്റ്റൻസ് ഇത് x axis ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് dx, ഈ ഡിസ്റ്റൻസ് z axis ആണ്. So this is z, this is dz. Sorry, this is actually this plane is actually xz plane. Am I correct? This is xz plane. ഈ ഒരു പ്ലെയിൻ ആണ് ഇത് വരുന്നത്. This is y axis, z axis, x axis is pointing towards you. അപ്പോൾ ഈ ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിൻ xz പ്ലെയിൻ ആണ്. This is xz plane. So the area DA equal to D എന്താ വരിക? ഈ ഒരു റെക്ടാങ്കുലർ പോർഷൻ്റെ ഏരിയ വരികയാണെങ്കിൽ dx dz, that is the magnitude, direction, normal or outward normal is this direction, that is y direction. So y cap. Suppose we define the area. Now for this entire plane we have y equal to 2. ഈ പ്ലെയിൻ നിൽക്കുന്നത് ഇവിടെയാണ്. y equal to 2 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ എൻ്റയർ പ്ലെയിനിൽ വൈയുടെ വാല്യൂ 2 ആണ്. So we can take y equal to 2. Now find the dot product of v and dA. v dot dA. V is a given vector function, that is 2x z x cap plus x plus 2 y cap plus y times z cube minus 3 z cap dot dA. For this surface it is dx dz y cap. So this is equal to, first term, x cap dot y cap 0, y cap dot y cap, so product of coefficients of y components, x plus 2 times dx dz. Then third term, z cap dot y cap, that is also 0. So y component in the coefficients in the product ആണ് നമുക്ക് വരുന്നത്. Now we want to evaluate the surface integral for the surface 3. v dot dA is equal to integral v dot dA നമ്മൾ evaluate ചെയ്യും, that is x plus 2 dx dz. This is equal to, അപ്പോൾ ഇവിടെ ഇത് ആക്ച്വലി ഒരു ഡബിൾ ഇൻ്റഗ്രലാണ്. നമ്മൾ ഒരു ഇൻ്റഗ്രൽ സൈൻ ഇട്ടുണ്ടെങ്കിലും ഓവർ ദി സർഫസ് വരുമ്പോൾ ഇതൊരു ആക്ച്വലി ഡബിൾ ഇൻ്റഗ്രലാണ്. സോ യു വാണ്ട് ടു ഇൻ്റഗ്രേറ്റ് ദിസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വേരിയബിൾ ആൻഡ് വൈ വേരിയബിൾ. അപ്പോൾ ഇത് രണ്ട് സെപ്പറേറ്റ് ഇൻ്റഗ്രലായിട്ട് നമ്മൾ എഴുതാണ്. ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 0 to 2 x square plus 2 dx, then z equal to 0 to 2 dz. അതായത് നമ്മൾ എക്സിൻ്റെ വേരിയബിൾ മാത്രമായിട്ട് ഒരു ഇൻ്റഗ്രലും സെഡിൻ്റെ വേരിയബിൾ മാത്രമായിട്ട് വേറൊരു ഇൻ്റഗ്രലും എഴുതാണ്. സോ ഫസ്റ്റ് ടൈം വരുന്ന എക്സിൻ്റെ ടൈമുകൾ എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് ഈ കോൺസ്റ്റൻറ്റ് ടൈമാണ് വരുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് 2 dx. എക്സ് വേരി ചെയ്യുന്നത് dx ആണ് ഇവിടെ ഇൻ്റഗ്രേഷൻ വേരിയബിൾ. എക്സ് വേരി ചെയ്യുന്നത് എങ്ങനെയാണ്? എക്സ് 0ൽ നിന്ന് 2 വരെയാണ് വേരി ചെയ്യുന്നത്. സോ എക്സ് ഈക്വൽ ടു 0 to 2 എക്സ് സ്ക്വയർ പ്ലസ് 2 dx. ദെൻ അടുത്ത് വരുന്നത് ഇൻ്റഗ്രൽ സെഡിൻ്റെ ടൈമുകളൊന്നുമില്ല. സോ ഇറ്റ് ഈസ് സിംപ്ലി ഇൻ്റഗ്രൽ dz. നൗ സെഡ് വേരീസ് ഫ്രോം 0 to the ക്യൂബ് ആയതുകൊണ്ട് എല്ലാ വേരിയബിളും 0 to 2 വരെയാണ് വേരി ചെയ്യുന്നത്. സെഡ് ഈസ് ഈക്വൽ ടു 0 to 2. നൗ ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ദിസ് ഇൻ്റഗ്രൽ. സോ ഇൻ്റഗ്രൽ dz ഈസ് സെഡ്. സോ ഇൻ്റഗ്രൽ x ഈക്വൽ ടു 0 to 2 എക്സ് സ്ക്വയർ പ്ലസ് 2 dx അതുപോലെ തന്നെ എഴുതാം. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും?
integral dz is z between the limit 0 to 2. So this is equal to ഇതിനെ വാല്യൂ ചെയ്യുകയാണെങ്കിൽ 2 minus 0. 2 minus 0 is 2. ആ 2നെ ഞാൻ കോൺസ്റ്റൻ്റ് ആണ് ഈ ഇൻ്റഗ്രേഷന് പുറത്ത് എഴുതാണ്. സോ 2 times integral x equal to 0 to 2 x square plus 2 dx. Okay. Now integrate this equation. So this is equal to 2 times integral x square dx is x cube by 3